നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകളിൽ അടിപൊട്ടിയ ദിനങ്ങളാണ് ഇന്ന്. ചെറുതുരുത്തി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരും പട്ടാമ്പിയിൽ കോളേജ് വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടി. ഇതടക്കമുള്ള വാർത്തകളുണ്ട് വീണ ന്യൂസിൽ. പരിശോധിക്കാം തലക്കെട്ടുകൾ. വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്പിന്നർ പൈപ്സ്, മാനുഫാക്ചേഴ്സ് ഓഫ് HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ദേശമംഗലം എന്ന് സ്ഥിരീകരണം. ദേശമംഗലം മുതൽ ഇടുക്കി വരെയുള്ള ഭ്രംശ മേഖലയിലാണ് ചെറുചലനങ്ങൾ നടന്നതെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ. ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് റവന്യൂ മന്ത്രി. പ്രദേശം ഉദ്യോഗസ്ഥരുടെ അതീവ ജാഗ്രതാ നിരീക്ഷണത്തിൽ. നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നിയമപരമായ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി AC മൊയ്തീൻ MLA ചോദ്യത്തിനാണ് മറുപടി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒട്ടേറെ പദ്ധതികൾ പൂർത്തീകരണ ഘട്ടത്തിലെന്നും പ്രഖ്യാപനം. നിർമ്മാണം സ്തംഭിച്ചു കിടക്കുന്ന ലക്ഷ്യ പ്രസവ വാർഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. 2 മാസത്തിനുള്ളിൽ തുറന്നു കൊടുക്കുമെന്നും മന്ത്രി. ICU ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനവും അന്തിമഘട്ടത്തിൽ. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സബ്മിഷന് മന്ത്രിയുടെ മറുപടി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപമുള്ള കിസ്മീസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവർ തമ്മിൽ ഏറ്റുമുട്ടൽ. വടക്കാഞ്ചേരി പുതുശ്ശേരി സ്വദേശികൾ തമ്മിലാണ് സംഘർഷം. ഹോട്ടൽ തല്ലി തകർത്ത് അക്രമികൾ. സ്ഫടിക പ്ലേറ്റുകളും മൺപാത്രങ്ങളും നശിപ്പിച്ചു. 15,000 രൂപയുടെ നാശനഷ്ടമെന്ന് ഹോട്ടൽ ഉടമ. ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്ത് ചെറുതുരുത്തി പോലീസ്. അക്രമ ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിന് ലഭിച്ചു. വായനയുടെ മികവുറ്റ സംസ്കാര സമ്പന്നതയിലേക്ക് വാതായനങ്ങൾ തുറന്ന് വായനാ ദിനം. വിവരത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്കും വിജ്ഞാനത്തിൽ നിന്ന് വിവേകത്തിലേക്കും പരിവർത്തനത്തിന് ഉതകുന്നതാകണം വായനയെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. സ്കൂളുകളിലും വേറിട്ട പരിപാടികൾ, പ്രത്യേക അസംബ്ലികൾ ചേർന്ന് ആഘോഷം. പട്ടാമ്പി ആമയൂർ MES കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല്. വൻ സംഘർഷത്തിൽ നിരവധി കുട്ടികൾക്ക് പരിക്ക്. കോളേജ് വിദ്യാർത്ഥികളും പരീക്ഷയ്ക്കെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുമാണ് ഏറ്റുമുട്ടിയത്. സംഘർഷ ദൃശ്യങ്ങൾ വീണയൻ ന്യൂസിന്. ജനതയ്ക്ക് കൃഷിയറിവുകൾ പകർന്നു നൽകി അത്താണിയിൽ ഞാറ്റുവേല ചന്ത. ഉയരേണ്ടത് നമ്മുടെ ശബ്ദമാണ്, കടലിലെ ജലനിരപ്പല്ല എന്ന പരിസ്ഥിതി സന്ദേശവുമായി പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പഞ്ചദിന ചന്തയ്ക്ക് തുടക്കം. സാധാരണക്കാരായ സഹകാരികളാണ് സഹകരണ മേഖലയുടെ നട്ടെല്ലെന്ന് കവി വീരാൻകുട്ടി. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകുന്നതിൽ സഹകരണ മേഖലയ്ക്ക് സുപ്രധാന പങ്കെന്നും കവി. ഉത്സവാന്തരീക്ഷത്തിൽ പുരോഗമിക്കുന്ന ചന്തയ്ക്ക് ഞായറാഴ്ച സമാപനം. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ പടരുന്നു. 2 ആഴ്ചയ്ക്കിടെ രോഗബാധിതരായത് 50,000-ലേറെ പേർ. മഞ്ഞപ്പിത്തം ബാധിച്ചത് 245 പേർക്ക്. മരണം 3. 6 മാസത്തിനിടെ രോഗബാധിതരായി ചികിത്സ തേടിയത് 2.25 ലക്ഷം പേർ.
അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. അക്കാദമിക് പ്രതിഭകൾക്ക് മഹനീയ ആദരമൊരുക്കി ജില്ലാ പഞ്ചായത്ത്. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ SSLC +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെ അഭിനന്ദിച്ചു. 100% വിജയം നേടിയ സ്കൂളുകൾക്കും അഭിനന്ദനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ സബ്മിഷൻ അവതരണത്തിനിടെ സർക്കാർ നിരോധിച്ച കോളനി പരാമർശവുമായി മന്ത്രി കെ രാജൻ. മന്ത്രിയെ തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പദം ഒഴിവാക്കുന്നതിനു മുമ്പ് താൻ തയ്യാറാക്കിയ കുറിപ്പാണ് വായിച്ചതെന്ന് മന്ത്രി. മേലിൽ ആവർത്തിക്കരുതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ. AICC മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് 54ന്റെ നിറവ്. ജന്മദിനത്തിൽ നാടെങ്ങും പരിപാടികൾ ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്ത് ആഘോഷം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു.